വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24-ഉം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 5 മുതൽ വോട്ടെണ്ണൽ അപ്ഡേറ്റ്സ് 24-ലൂടെ തത്സമയം പ്രേക്ഷകർക്ക് കാണാം. പാലക്കാടും ചേലക്കരയും വയനാടും മാത്രമല്ല, മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനുള്ള വിപുലമായ സംവിധാനവും 24 ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ഒരു ഇലക്ഷൻ ചാനൽ എന്നുള്ള നിലയിൽ 24-നെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി കഴിഞ്ഞിട്ടുള്ളതാണ്. പലതവണ നമ്മളത് കണ്ടിട്ടുള്ളതാണ്, ആ പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ. നാളെ നമ്മളെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മാജിക് സ്ക്രീൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. എങ്കിലും അവസാനവട്ട ഒരുക്കങ്ങൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പ്രേക്ഷകരോട് അത് വിശദീകരിക്കാൻ കഴിയുക വിജയകുമാർ? റിജിത്ത്, പതിവ് പോലെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പും ഒരു ഉത്സവം തന്നെയാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് നമ്മൾ പറയുന്ന ആ ജനാധിപത്യത്തിൻ്റെ ആ വലിയ മഹോത്സവത്തിന് നാളെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ഡേ ആണ്. ഒരു സൂപ്പർ സാറ്റർഡേ എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നാളെ നടന്നെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവേശം മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേവലം ആലങ്കാരികമായി നമ്മൾ സജ്ജമാണ് എന്ന് പറയുന്നത് പോലെയല്ല. നമ്മളെല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും, അത് ഇപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് ആവട്ടെ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ, ഇതുപോലെ കേരളത്തിൽ പരക്കെ വലിയ ചർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകളും ആവട്ടെ, നമുക്ക് നമ്മുടെ ഒരു ആവേശമുണ്ട്, നമ്മൾക്കൊരു പതിവ് രീതിയുണ്ട്. ആ രീതി അതിൻ്റെ എല്ലാ തനിമയോടും കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ മാജിക് സ്ക്രീനിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചലനങ്ങളും ഒറ്റനോട്ടത്തിൽ അറിയാം. ഒപ്പം മഹാരാഷ്ട്രയും ജാർഖണ്ഡും എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ വിവരങ്ങളും അറിയാം. രാജ്യത്തും മറ്റു പല ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുന്നു. ഉത്തർപ്രദേശ് അടക്കം വളരെ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടുകളും അറിയാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ മുഴുവൻ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നമ്മളുടെ പതിവ് പോലെ മനോഹരമായ നമ്മളുടെ മാജിക് സ്ക്രീൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം നമ്മൾ 5 മണി മുതൽ നമ്മളുടെ നാളത്തെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വിധി ദിനത്തിലെ നമ്മളുടെ ടെലികാസ്റ്റ് തുടങ്ങും. എല്ലാ വിവരങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം എത്തിക്കും. പിന്നീട് കൗണ്ടിംഗ് തുടങ്ങിയാൽ പിന്നെ ഇടതടവില്ലാതെ നമ്മൾ ആ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത്തവണ നമുക്കറിയാം, പാലക്കാടും ചേലക്കരയും ഒക്കെ ഒരു ത്രില്ലർ തന്നെയാണ്. അവസാന വോട്ടും എണ്ണിയാൽ മാത്രം ഫലം പറയാവുന്ന തരത്തിലേക്ക് അങ്ങേയറ്റം സങ്കീർണമാണ് ആ പാലക്കാട്ടെയും ചേലക്കരയിലെയും ഒക്കെ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് അതിൻ്റെ ആവേശം എന്നത് എനിക്ക് തോന്നുന്നത് കൗണ്ടിങ് തീരുന്നത് വരെ ഉണ്ടാകും. അതുകൊണ്ട് ആ മുഴുവൻ ആവേശവും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമ്മളുടെ സെൻട്രൽ ന്യൂസ് ഡെസ്ക് അതിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ജെയിംസ് സാറും ഗോപികൃഷ്ണനും ചേരുന്നുണ്ട്. ജെയിംസ് സാർ, നാളെ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ പറയാറുണ്ട് നമ്മൾ സജ്ജമാണെന്ന്, പക്ഷേ നാളത്തെ ഒരു ഒന്നൊന്നര റിസൾട്ട് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, ഈ ജനാധിപത്യത്തിന്റെ ആഘോഷമാണല്ലോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെസ്കിലും അതുപോലെയുള്ള ഒരു സെലിബ്രേഷൻ ജനാധിപത്യത്തിന്റെ ആഘോഷമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പുകൾ 24-ന്റെ കാണാനാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരും വരുന്നത്. കാരണം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ വിജയകുമാർ പറഞ്ഞ പോലെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എക്സിറ്റ് ഫലങ്ങളിൽ മഹാരാഷ്ട്രയിൽ BJP മുന്നണിക്ക് ഒരു അപ്പർ ഹാൻഡ് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും എക്സിറ്റ് പോൾ ശരിയാവണമെന്നില്ല. കട്ടയ്ക്ക് മത്സരം വന്നേക്കാം. അവിടെയും ചില എക്സിറ്റ് പോളുകൾ മറ്റു മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ജാർഖണ്ഡിൽ 5 കൂട്ടർ ഒരു കൂട്ടർക്ക് അനുകൂലമായിട്ട്, ബാക്കി ഉള്ളവർ കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ഇതിൽ ഇതൊക്കെ മാറി മറിയാവുന്ന അവസ്ഥയുണ്ടാവാം. അതിനേക്കാൾ ഒരുപക്ഷെ ത്രില്ലിംഗ് ആവുക പാലക്കാട്ടത്തെയും ചേലക്കരയിലും റിസൾട്ടായിരിക്കും. വയനാട്ടിലത്തെ റിസൾട്ടിനെ കുറിച്ച് നമുക്കൊരു പക്ഷേ ഇതുണ്ടാവില്ല. ഭൂരിപക്ഷം എത്രയായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇതൊരു വലിയ രീതിയിൽ 24-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷമായിട്ട് തന്നെ സെൻട്രൽ ഡെസ്കും അതുപോലെ തന്നെ ബ്യൂറോകളും എല്ലാം സജീവമാണ്. വിജയകുമാർ, ജെയിംസ് സാർ പറഞ്ഞതുപോലെ എക്സിറ്റ് പോൾ ഈസ് നോട്ട് എക്സാക്ട് പോൾ. അത് നമുക്ക് നമ്മളുടെ കുറച്ച് നാളായി നമ്മളുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് പോളിനെ ഒക്കെ മാറ്റിവെച്ച് നാളെ എക്സാക്ട് പോളിൻ്റെ റിസൾട്ട് അതിലെ ആവേശത്തോടെ എത്തിക്കാൻ പോവുകയാണ്. ഗോപി, ഇപ്പോൾ നമ്മൾ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് എന്നാണ് നമ്മൾ എല്ലാ തവണയും പറയുക. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ നമ്മൾ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ നാളെ ഈ ഉപതെരഞ്ഞെടുപ്പിന് പതിവിൽ കവിഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലേ? ഒരു ഇഞ്ചോടിഞ്ച് എന്നൊക്കെ നമ്മൾ കേവലം പറയുന്നതല്ല, യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. അപ്പോൾ ആ ദിവസം ഒരു സൂപ്പർ സാറ്റർഡേ ആണ് നാളെ എല്ലാ അർത്ഥത്തിലും അല്ലേ? സൂപ്പർ സാറ്റർഡേ ആണ് എല്ലാ അർത്ഥത്തിലും. നമ്മളുടെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് എല്ലാം നാളെ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വിജയൻ അറിയാം, 3 കാര്യങ്ങളിലാണ് നമ്മൾ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുന്നത്. ഒന്ന്, വളരെ പ്രിസിഷനോടുകൂടി വളരെ വേഗത്തിൽ തന്നെ വിവരങ്ങൾ ആദ്യം കൊടുക്കുന്നു. 2, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാജിക് സ്ക്രീൻ, അത് എല്ലാ സമയത്തെയും പോലെ നമ്മുടെ പ്രത്യേകതയാണ്. 3-മതായി SKN വിജയകുമാർ ഹാഷ്മി ടീം, നിങ്ങളുടെ ട്രയോ അതിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെലിവറി, അത് ആളുകളെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വളരെ ചടുലമായ വിവരങ്ങൾ കൊടുക്കുന്നു.
ഒന്ന് കൃത്യതയോടുകൂടി വളരെ രസകരമായ രീതിയിൽ അതിൻ്റെ അവതരണം നമ്മൾ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാജിക് സ്ക്രീനും. ഈ 3 സവിശേഷത കാണാൻ എല്ലാ കാലത്തും നമ്മളൊരു ഇലക്ഷൻ എക്സ്പേർട്ട് എന്ന നിലയിൽ കൗണ്ടിംഗ് ഡേയുടെ അന്ന് മറ്റെല്ലാവരെക്കാളും മുന്നിൽ നിർത്തുന്നത്. അതിന് പ്രേക്ഷകർ നൽകുന്ന പിന്തുണയാണ്. ഇത്തവണയും അവരുടെ അകമഴിഞ്ഞ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. Yes, അതാണ്. അപ്പോൾ നമ്മൾ ഡെസ്കിൽ ഞങ്ങളെല്ലാവരും SKന്റെ നേതൃത്വത്തിലുണ്ടാകും. നമ്മളുടെ ഗ്രൗണ്ടിൽ നമ്മളുടെ പരിചയസമ്പന്നരായ എത്രയോ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്ത് പരിചയസമ്പന്നരായ നമ്മളുടെ ടീമും ഉണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചടുലമായ നിമിഷവും മിസ്സാവാതെ അതിനെ ആ ഗ്രൗണ്ടിലെ മുഴുവൻ ആവേശവും ഞങ്ങൾ സ്ക്രീനിലെത്തിക്കും. അത് ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കാട്ടിത്തന്നതാണ്. ആ ഉറപ്പാണ് ഇത്തവണയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത്. രാവിലെ 5 മണി മുതൽ നമ്മളുടെ നാളത്തെ പ്രത്യേക ടെലികാസ്റ്റ് തുടങ്ങും. അത് അവസാന വോട്ടും എണ്ണി വിധി വന്നാലും അവസാനിക്കില്ല. പിന്നീട് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ ചർച്ചകളാകും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ആ തരത്തിലൊക്കെയാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നപ്പോൾ പ്രേക്ഷകരെ കാത്തിരിക്കുക. നാളത്തെ സൂപ്പർ സാറ്റർഡേ ഒരു വലിയ ആവേശ കാഴ്ചയായി 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കും. റിജിത്ത്, നമ്മൾ റെഡിയാണ്. ശരി, എസ് വിജയകുമാർ 24-ൻ്റെ ഒരുക്കം തയ്യാറെടുപ്പുകളൊക്കെ വിശദീകരിക്കുകയായിരുന്നു. പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും രാവിലെ മുതൽ 24-നൊപ്പം ഉണ്ടാകും. രാവിലെ 5 മണി മുതൽ തന്നെ 24-നൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഏതായാലും വലിയ തയ്യാറെടുപ്പുകളോടുകൂടി 24 ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ സജ്ജമായി നിൽക്കുകയാണ്.